ജൂലൈ 9 ചൈനീസ് രക്തസാക്ഷികളായ വിശുദ്ധ അഗസ്റ്റിൻ ഷാവോയും കൂട്ടുകാരും. 1648 മുതൽ 1930 വരെ ചൈനയിൽ കൊല്ലപ്പെട്ട 87 ചൈനീസ് കത്തോലിക്കരുടെയും 33 വെസ്റ്റേൺ മിഷണറിമാരുടെയും ഓർമ്മയാണ് ഇന്നേ ദിനം കൊണ്ടാടുന്നത്. AD 600-കളിൽ സിറിയ വഴി ക്രിസ്ത്യൻ മതം ചൈനയിലെത്തി. മറ്റ് മതങ്ങൾക്ക് വിലക്കുണ്ടായിരുന്ന ചൈനയിൽ 19-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്ത്യൻ മതപീഡനം കൊടുമ്പിരി കൊണ്ടത്. ആദ്യകാല ചൈനീസ് ചക്രവർത്തിമാർ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരല്ലായിരുന്നുവെങ്കിലും 1796-1821 കാലഘട്ടത്തിൽ ചൈന ഭരിച്ച കിയാക്കിൻ ചക്രവർത്തി ക്രൈസ്തവർക്കെതിരായി 1805-ലും 1811-ലും പുറപ്പെടുവിച്ച കൽപ്പനകൾ സ്വദേശികളായ ക്രൈസ്തവർക്കെതിരെയും ക്രിസ്ത്യൻ മതം പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കെതിരെയും ആയിരുന്നു. 1813-ലെ കൽപ്പനയിൽ നൽകിയ ഇളവ് വിശ്വാസം ത്യജിക്കുന്നവരെ എല്ലാ ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കും എന്നതായിരുന്നു. എന്നാൽ മറ്റുള്ളവരോട് കഠിനമായി പ്രവർത്തിക്കണമെന്നതായിരുന്നു ആ കൽപ്പന. പാരീസ് ഫോറിൻ മിഷൻ സൊസൈറ്റിയുടെയും ചില ചൈനീസ് ക്രിസ്ത്യാനികളുടെയും മോൺസിഞ്ഞോർ ഡുഫ്രസിൻ്റെ ശിരച്ഛേദത്തിനായി ചെങ്ഡുവിൽ നിന്നും ബെയ്ജിങ്ങിലേക്ക് അകമ്പടി സേവിച്ച സൈനികരിൽ ഒരാളായിരുന്നു അഗസ്റ്റിൻ ഷാവോ റോങ്. മോൺസിഞ്ഞോർ ഡുഫ്രസിൻ്റെ ക്ഷമ കണ്ട് പ്രേരിതനായി മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായ അദ്ദേഹം സെമിനാരിയിലേക്ക് നയിക്കപ്പെട്ടു. വൈദിക ശുശ്രൂഷകൾ നിർവഹിച്ചു വരുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫാദർ അഗസ്റ്റിൻ ഷാവോ റോങ്ങിന് ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. തുടർന്ന് 1815-ൽ രക്തസാക്ഷിത്വം വരിച്ചു. ഇക്കാലയളവിൽ രക്തസാക്ഷിത്വം വരിച്ച 120 പേരിൽ ഒരാളായ ചി സുസി എന്നു പേരായ 18 വയസ്സുള്ള ആൺകുട്ടിയെ ജീവനോടെ തൊലിയൊരുക്കുവാനായി അവൻ്റെ വലത്തുകൈ വെട്ടിമാറ്റിയപ്പോൾ അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഓരോ മാംസകഷ്ണവും ഓരോ തുള്ളി രക്തവും നിങ്ങളോട് പറയും, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. 1648 മുതൽ 1930 വരെ ചൈനയിൽ മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത എല്ലാ രക്തസാക്ഷികളെയും 2000 വർഷത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. വചനം 1 കൊറിന്തോസ് 13-4 സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. വിചിന്തനം. വിശുദ്ധ പൗലോസ്ലിയ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ഇപ്രകാരമാണ്: എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ആദ്യകാല ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ വചനം വളരെയധികം അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതായി കാണാം. ഈ കാലഘട്ടത്തിലും ക്രിസ്തീയത വളരെയധികം വിമർശിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നന്മ മാത്രം പ്രഘോഷിച്ചിട്ടും തിന്മ അനുഭവിക്കേണ്ടി വന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് നാം തിരിച്ചറിയണം. ആരെയും എതിർക്കുവാനല്ല, ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ പറഞ്ഞ ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കാം. കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട മോൺസിഞ്ഞോർ ഡുഫ്രസിൻ്റെ ക്ഷമ പട്ടാളക്കാരനായ അഗസ്റ്റിൻ ഷാവോ റോങ്ങിനെ ഒരു വൈദികനാക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്നവരായ നാം ഓരോരുത്തരും മറ്റനേകം പേർക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.